ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് മാമോഗ്രാം ചെയ്ത ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ അൾട്രാസൗണ്ടും ചെയ്തായിരുന്നു കേട്ടോ. അൾട്രാസൗണ്ട് ഫസ്റ്റ് ടൈം അല്ല, മാമോഗ്രാം ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതൊരു സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാ 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും ഇത് ചെയ്തിരിക്കണം. പക്ഷെ എനിക്ക് പേടി കാരണം കൊണ്ട് ഞാൻ ഇത്ര നാളും ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ രീതിയിൽ ചിന്തിക്കുന്ന കുറേ ആളുകൾ ഉണ്ടാവും. ഈവൻ ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആണെങ്കിൽ കൂടെയും ഞാൻ ഈ ഒരു കാര്യത്തിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ഇനി വല്ല ക്യാൻസറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർന്നില്ല അതോടെ ലൈഫ് എന്നുള്ള രീതിയിൽ പേടിച്ചിട്ട് പോകാതിരുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. ഇതെനിക്ക് തോന്നുന്നു എൻ്റെ പ്രൈമറി കെയർ എനിക്ക് സെക്കൻഡ് ടൈമാണ് ഈ ഒരു റിക്വസ്റ്റ്. ഇപ്പോൾ അവർ സെക്കൻഡ് ആണോ തേർഡ് ടൈം ആണെന്ന് തോന്നുന്നു റിക്വസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 വട്ടം ഞാൻ പോയില്ല, പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തിങ്, ഇത് വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. ഈ പറയുന്ന ഭീകര അന്തരീക്ഷം ഒന്നും ഇല്ല. അവിടെ നിന്ന് 4 വട്ടം സ്കാൻ എടുക്കും. 2 ബ്രസ്റ്റിന്റെയും 2 സ്കാനിങ് വീതം വെച്ച് എടുക്കും. ഒരു സൈഡ് വ്യൂവും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട് വ്യൂ, അങ്ങനത്തെ ടെസ്റ്റാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെയിനായിട്ടും പോകുന്നതിന് മുന്നേ ഉള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നത് പൗഡേഴ്സ്, പെർഫ്യൂം, ഡിയോഡ്രൻറ്റ്, അതുപോലെ തന്നെ ക്രീംസ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇത്ര മാത്രമേ ഉള്ളൂ. വെരി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നെപ്പോലെ ടെസ്റ്റുകൾ ചെയ്യാൻ പേടിയുള്ള, ആനുവൽ ടെസ്റ്റിങ്ങിന് പോകാൻ പേടിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കം ഔട്ട് ഓഫ് എ സ്ക്രീനിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ കാര്യങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് കുറേയധികം സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് വി ഡോണ്ട് നോ വാട്ട്സ് ഗോണ ഹാപ്പൻ. നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്ന് കുറേ നെഗറ്റിവിറ്റി പറയുന്ന ആളുകളുണ്ടാവും ഈ ഒരു ടെസ്റ്റിനെ കുറിച്ചിട്ട്. അവർക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നോ എത്ര കാര്യങ്ങൾ അറിയാമെന്നോ പോലും നമുക്കറിയില്ല. അവർ പോലും നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ ഒരു ഡോക്ടറിനെ, അതായത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് പഠിച്ച് ഇത്ര കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളെ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു കാര്യം മാറ്റി വയ്ക്കുക. അപ്പോൾ എല്ലാവരുടെയും സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുക. അത്ര മാത്രമേ ഉള്ളൂ. ബൈ.